എല്ലാവർക്കും ശ്രീകൃഷ്ണ കർണാമൃതത്തിലേക്ക് സ്വാഗതം. ഇന്ന് നോക്കുന്നത് വില്വമംഗലം സ്വാമിയാരുടെ ശ്രീകൃഷ്ണ കർണാമൃതമാണ്. അതിൽ ഇനി പറയുന്ന 7 ശ്ലോകങ്ങൾ രാസക്രീഡയോട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ശ്രീമദ് ഭാഗവതത്തിൽ ദശമത്തിലെ 29ാമത്തെ അധ്യായം മുതൽ 5 അധ്യായങ്ങളിലാണ് രാസക്രീഡ പറയണത്. അതിന് രാസപഞ്ചാധ്യായി എന്ന പൊതുവെ ഒരു പേരും പറഞ്ഞിട്ടുണ്ട്. ഭഗവാൻ ബ്രഹ്മാദി ദേവന്മാരെ എല്ലാം ജയിച്ചിരിക്കുകയാണ് എന്നാണ് പറയണത്. വത്സസ്തേയ സമയത്ത് ബ്രഹ്മാവിൻ്റെ ഗർവം ശമിപ്പിച്ചു. ഗോവർദ്ധന പർവ്വത ഉദ്ധാരണ ആ ലീലയിൽ ഇന്ദ്രൻ്റെ ഗർവം ശമിപ്പിച്ചു. അതുപോലെ യമുനാ നദിയിൽ കുളിക്കാനിറങ്ങിയ അച്ഛനെ കാണാതെ ആയപ്പോൾ യമുനയിൽ മുങ്ങി ചെന്ന് വരുണദേവനെയും ജയിച്ചു. ഇങ്ങനെ എല്ലാവരെയും ബ്രഹ്മാദി ദേവന്മാരെ എല്ലാ ദേവന്മാരെയും ജയിച്ചിരിക്കുമ്പോൾ മന്മഥൻ കാമദേവൻ വിചാരിക്കുകയാണ് എന്നെ ജയിക്കാൻ ഈ ശ്രീകൃഷ്ണനും പറ്റില്ല എന്ന്. അപ്പോൾ ഭഗവാൻ ശ്രീശുക മഹർഷി ഭാഗവതത്തിൽ ബ്രഹ്മാദി സർവ്വദേവന്മാരെയും ജയിച്ചിരിക്കയാൽ അത്യന്തം ഗർവിഷ്ഠനായ മന്മഥനെയും ഭഗവാൻ ജയിച്ച കഥ മനോഹരമായി ഈ രാസക്രീഡയിൽ വർണ്ണിക്കുകയാണ് എന്നാണ് പറയുന്നത്. ബ്രഹ്മാവ് മുതൽ ഉറുമ്പ് വരെ ഉള്ള സകല പ്രാണികളെയും കാമദേവൻ്റെ വിചാരം ബ്രഹ്മാവ് മുതൽ പിപീലിക എന്ന് പറഞ്ഞാൽ ഉറുമ്പ് വരെയുള്ള സകല പ്രാണികൾക്കും ഉള്ളത് എന്താണ്? ഈ കാമം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കാമം സെക്ഷുവൽ ആണ്. ആ ഒരു വികാരം ഉള്ളത് കൊണ്ടാണ് ലോകം ഇങ്ങനെ നിലനിൽക്കുന്നത് എന്ന് ആണ് മന്മഥൻ്റെ അല്ലെങ്കിൽ കാമദേവൻ്റെ വിചാരം. അങ്ങനെ ഒരു അഹങ്കാരം, എന്നെ ജയിക്കാൻ ഇവിടെ ആരുമില്ല. ബ്രഹ്മാവ് പോലും സരസ്വതിയുടെ പുറകെ പോയി എന്നൊരു കഥ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ബ്രഹ്മാവ് പോലും എൻ്റെ കീഴിലാണ് എന്നാണ് ഈ കാമദേവൻ്റെ ഒരു വിചാരം. അപ്പോൾ സകല പ്രാണികളെയും ജയിച്ചിരിക്കണ ഞാനാണ് ഈ ലോകത്തിൽ പ്രാണിവർഗങ്ങളെ സൃഷ്ടിച്ച് രക്ഷിച്ച് സംഹരിക്കുന്നത് എന്നുള്ള ഒരു അഹങ്കാരം ഈ കാമദേവനുണ്ട്. അത് ഭഗവാൻ നശിപ്പിക്കണു ഈ രാസക്രീഡാ സമയത്ത് എന്നാണ് പറയണത്. അപ്പോൾ ഭഗവാൻ മന്മഥൻ്റെ അഹങ്കാരം തീർക്കാൻ ഈ പരതാരാ സംഗമം ചെയ്തത് നിന്ദ്യമായ കാര്യമല്ലേ എന്നുള്ള ഒരു ശങ്ക ഇവിടെ വേണ്ട എന്നാണ് ശ്രീശുകൻ പറയണത്. എന്താണെന്ന് വെച്ചാൽ യോഗമായെ ആശ്രയിച്ചിട്ടാണ് ഭഗവാൻ രമിച്ചത്. ഭഗവാൻ ആത്മാരാമനാണ്, തന്നിൽ തന്നെ സ്വയം രമിക്കുന്നവനാണ് ഭഗവാൻ. എന്നാലും സ്വഭക്തകളെയും രമിപ്പിച്ചു എന്നാണ് പറയണത്. താൻ സ്വരൂപാനന്ദത്തിൽ രമിച്ചതല്ലാതെ ഗോപസ്ത്രീകളിൽ രമിച്ചിട്ടില്ല ഭഗവാൻ. എന്നാൽ തന്നെ ഭജിക്കുന്ന ഗോപസ്ത്രീകളുടെ മനസ്സിനെ തന്നിൽ മാത്രം ലയിപ്പിച്ച് അവരെ അനുഗ്രഹിച്ചു ഭഗവാനോടുള്ള സംയോഗ നിമിത്തം പരമാനന്ദത്തെ അവർ പ്രാപിച്ചു എന്നാണ് ഭാഗവതത്തിൽ പറയണത്. അല്ലാതെ നമ്മൾ സാധാരണ മനുഷ്യരെ പോലെ സ്ത്രീ പുരുഷ സംയോഗ സുഖം അല്ല ഗോപസ്ത്രീകൾ പ്രാപിച്ചത്. അതുപോലെ അത് അങ്ങനെയല്ല, ആ ഒരു സുഖമല്ല ഭഗവാൻ അവർക്ക് കൊടുത്തത് എന്നും തെളിച്ച് ഭാഗവതത്തിൽ പറയുന്നുണ്ട്. അത് ഭാഗവതം നല്ല ശ്രദ്ധയോടെ വായിച്ചാലേ ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ സാധാരണക്കാർക്ക്. അതൊക്കെ മനസ്സിലാക്കാൻ എല്ലാവരും ഈ ഭാഗവതമൊക്കെ വായിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇതിൽ ഇനി 7-8 ശ്ലോകങ്ങൾ ഈ രാസക്രീഡാ സമയത്ത് ഭഗവാൻ എങ്ങനെയൊക്കെയാണ് വേണുനാദം പൊഴിച്ചത് എന്നാണ് പറയാൻ പോണത്. ഓരോരോ രീതിയിലാണ് ഭഗവാൻ ഈ വംശീനാദം പൊഴിച്ചുകൊണ്ടിരുന്നത് എന്നാണ് പറയുന്നത്. അതിൽ 35ാമത്തെ ശ്ലോകം നോക്കാം. അങ്കനാമങ്കനാമന്തരേ മാധവോ
മാധവം മാധവം ചാന്തരേണാംഗന ഇത്തമാകൽപ്പിതേ മണ്ഡലേ മധ്യഗസ്സം ജഗൗ വേണുന ദേവകീനന്ദന. ഇതിൻ്റെ തർജ്ജമ നോക്കാം. സൃഗ്വിണി വൃത്തത്തിലാണ് ഇത്. ഗോപികൾക്കന്തരേ കൃഷ്ണനും തുല്യമായി കൃഷ്ണനും മധ്യ ഗോപീക്രമാൽ ഇത്തരത്തിൽ നിരന്നൊത്ത മധ്യത്തിലായി വേണുവൂതുന്നു ഹാ ദേവകീനന്ദനൻ. രണ്ട് ഗോപികൾ രാസക്രീഡയിൽ വട്ടത്തിൽ നിന്ന് കളിക്കാൻ എത്ര ഗോപികളുണ്ടായിരുന്നുവോ അത്രയും ശ്രീകൃഷ്ണന്മാരെ ഭഗവാൻ സൃഷ്ടിച്ചു എന്നാണ്. മായ കൊണ്ട് സൃഷ്ടിച്ചു എന്ന് പറയുന്നു. അതുപോലെ ശരിക്കുള്ള ശ്രീകൃഷ്ണൻ വേറെ ഉണ്ട്. അത് ആ കൃഷ്ണൻ സാക്ഷാൽ ശ്രീകൃഷ്ണൻ അവരിൽ നിന്ന് മാറി നടുവിൽ നിന്ന് ഓടക്കുഴലൂതി എന്നാണ് പറയുന്നത്. നടുവിൽ നിൽക്കുന്നത് പരമാത്മാവ്. ഗോപസ്ത്രീകൾ എന്ന മായാഭാവങ്ങളോട് കൂടി ക്രീഡിക്കുന്നത് ജീവാത്മാക്കൾ എന്നും ആണ് ഇവിടെ താല്പര്യം. ജീവാത്മാവും പരമാത്മാവും തമ്മിലുള്ള ക്രീഡയാണ് ഈ രാസക്രീഡ എന്ന് പറയുന്നത്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അടുത്ത ശ്ലോകവും സൃഗ്വിണി വൃത്തത്തിലാണ്. ഇതിൽ പൊതുവെ എങ്ങനെയൊക്കെയാണ് ഈ രാസക്രീഡയിൽ ഭഗവാൻ എങ്ങനെയൊക്കെയാണ് വേണുവൂതിയത് എന്ന് സാമാന്യ അർത്ഥം പറയുന്നേ ഉള്ളൂ. ആ ശ്ലോകങ്ങൾ മാത്രമേ അങ്ങനെ അതിൽ കഥകളൊന്നുമില്ല. അതുകൊണ്ട് അങ്ങനെ നോക്കി പോവാം. കേകികേകാദൃതാനേകപങ്കേരുഹാലീനഹംസാവലീ ഹൃദ്യതാ കംസവംശാടവീദാഹദാവാനലസ്സം ജഗൗ വേണുനാ ദേവകീനന്ദന. കേകികൾ പാടിടും ശബ്ദവും നിഷ്പ്രഭം ഹംസനാദത്തെയും വെന്നിടും ഭംഗിയിൽ കംസവംശത്തിനും കാട്ടുതീയായവൻ വേണുവൂതുന്നു ഹാ ദേവകീനന്ദനൻ. മയിലുകൾ ശ്രീകൃഷ്ണൻ്റെ കാർമേഘം പോലെയുള്ള ആ സൗന്ദര്യത്തിൽ മോഹിച്ച് അരവം മുഴക്കി അതിനെ ആദരിച്ചു എന്നാണ്. വർഷകാലം അടുത്തു എന്ന് ധരിച്ചു അത്രേ. ഭഗവാന്റെ ആ കാർമേഘം പോലെയുള്ള ആ രൂപം കാർമേഘ നിറമുള്ള ആ രൂപം കണ്ടിട്ട് അത് ഇപ്പോൾ ഒരു കൃഷ്ണനല്ലല്ലോ, അനേകം കൃഷ്ണന്മാരുണ്ട്. അതെല്ലാം കൂടിയും കണ്ടപ്പോൾ മയിലുകൾ വിചാരിച്ചു അത്രേ മഴക്കാലം വരികയായി എന്ന് വിചാരിച്ചു എന്നാണ് പറയുന്നത്. വർഷകാലം അടുത്തു എന്നാണ് മയിലുകൾ വിചാരിച്ചത് എന്നാണ് പറയുന്നത്. അതുപോലെ താമരപ്പൂക്കളിൽ നിന്ന് പറന്നുയർന്ന ഹംസങ്ങളുടെ ധ്വനിയിലെ ആ ധ്വനിയും അനുകരിച്ചു. പിന്നെ കംസവംശാടവി എരിച്ച് നശിപ്പിച്ച കാട്ടുതീയാണ്. കംസൻ്റെ വംശം എരിച്ച് നശിപ്പിച്ച കാട്ടുതീയാണ് ദേവകീനന്ദനൻ അല്ലെങ്കിൽ കൃഷ്ണൻ എന്ന് പറയുന്നു. ഹൃദ്യമായി വേണു അങ്ങനെയൊക്കെയുള്ള ഈ ഭഗവാൻ ഹൃദ്യമായി വേണുകൂജനം ചെയ്തു. ഹംസധ്വനി രാഗത്തിൽ ഓടക്കുഴലൂതി എന്ന് ഭഗവാൻ, അങ്ങനെ ഒരു രാഗമുണ്ടല്ലോ ഹംസധ്വനി, ആ കംസധ്വനി രാഗത്തിൽ ഓടക്കുഴലൂതി എന്ന് ആണ് ഇവിടെ പറയുന്നത്. അടുത്ത ശ്ലോകം 37 സൃഗ്വിണി. ഇതെല്ലാം സൃഗ്വിണി വൃത്തത്തിൽ തന്നെയാണ്. അതിന് പ്രത്യേകം പറയണ്ടല്ലോ. ഈ ശ്ലോകങ്ങളെല്ലാം സൃഗ്വിണി വൃത്തത്തിൽ തന്നെയാണ്. ക്വാപി വീണാഭിരാരാവിണാ കമ്പിത ക്വാപി വീണാഭിരാ കിങ്കിണീ നർത്തിത ക്വാപി വീണാഭിരാമാന്തരാപ ക്വാപി വീണാഭിരാമന്തരംഗാപി തസ്സം ജഗൗ വേണുനാ ദേവകീനന്ദന. വീണയിൽ പൊങ്ങിടും നാദമങ്ങിങ്ങൊരാൾ തുല്യമാം കിങ്ങിണി നാദമോടോടിടും പിന്നെ വീണാരവം പോലവേ പാടിടും ദേവകീനന്ദനൻ വേണുവൂതുന്നു ഹാ.
ഒരിടത്ത് വീണ വായിക്കുന്നത് പോലെയുള്ള ചലനങ്ങൾ, മറ്റൊരിടത്ത് നൃത്തം ചെയ്ത് കിങ്ങിണികളെ വീണയുടെ സ്വരം പോലെ ശബ്ദിപ്പിച്ചു. നൃത്തം ചെയ്യുമ്പോൾ ഉള്ള കിങ്ങിണിയുടെ ശബ്ദം വീണയുടെ സ്വരം പോലെ തോന്നി. പിന്നെ ഒരിടത്ത് വീണാസ്വനമിളിതം ആയി ഗാനം ചെയ്യുന്നത് പോലെയും, അത് വീണാരവത്തെ അനുകരിക്കുന്ന കിങ്കിണികളുടെ കിലുക്കം പോലെ നർത്തനം ചെയ്തു. വേറൊരിടത്ത് വീണയിൽ അസാധാരണങ്ങളായ രാഗങ്ങളെ ആലപിച്ച് കേൾക്കുന്നവരെയൊക്കെ മയക്കിക്കൊണ്ടിരിക്കുന്നവനും ആയിട്ട് ശ്രീകൃഷ്ണൻ ഓടക്കുഴൽ വിളിച്ചു എന്ന് ആണ് ഇതിലെ അർത്ഥം. അടുത്ത ശ്ലോകം 38. ചാരുചന്ദ്രാവലീലോചനൈശ്ചുംബിതോ ഗോപഗോവൃന്ദഗോപാലികാവല്ലഭ വല്ലവീ വൃന്ദവൃന്ദാരകാമുകഃ സഞ്ജഗൗ വേണുനാ ദേവകീനന്ദന. മുഗ്ധഗോപാംഗനാ വീക്ഷണാൽ ചുംബിതൻ ഗോപരെ പാലനം ചെയ്യുവോൻ ഗോപിമാർക്കൊക്കെയും പ്രേമ സർവസ്വമാം ദേവകീനന്ദനൻ വേണുവൂതുന്നുഹാ. സുന്ദരികളായ ഗോപയുവതികളുടെ കടാക്ഷ വീക്ഷണങ്ങളാൽ ചുംബിതൻ, കടാക്ഷം കൊണ്ട് ചുംബിച്ചു എന്നാണ്. അതുപോലെ പശുക്കൾ, ഗോപന്മാർ, ഗോപികമാർ ഇവരുടെയൊക്കെ പാലകൻ ആണ് ഭഗവാൻ. പിന്നെ ഗോപസ്ത്രീകളുടെ സഞ്ചയത്തിൻ്റെ കാമുകൻ, ഗോപസ്ത്രീകളുടെ എല്ലാം കാമുകനുമായ ആ ദേവകീസൂനുവായ ഭഗവാൻ വീണ വായിച്ചു കൊണ്ടിരുന്നു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയണത്. അടുത്ത ശ്ലോകം മൗലിമാലാമിളന്മത്തഭൃംഗീലതാഭീതഭീതപ്രിയാ വിഭ്രമാലിംഗിത സ്രസ്തഗോപീകുജാഭോഗസമ്മേളിതഃ സംജഗൗ വേണുനാ ദേവകീനന്ദന. മൗലിയിൽ ചൂടിടും പൂക്കളിൽ വണ്ടുകൾ മത്തരായെത്തവേ പേടി പൂണ്ടോടിടും ഗോപിയമ്മാറിലാലിംഗനം ചെയ്യവേ വേണുവൂതുന്നുഹാ ദേവകീനന്ദനൻ. തലയിൽ പലതരം സുഗന്ധം പൊഴിക്കുന്ന പൂക്കളാണ് ചൂടിയിരിക്കുന്നത്. അപ്പോൾ വണ്ടുകൾ മുരണ്ടിങ്ങനെ വരും. അപ്പോൾ വണ്ടുകളുടെ കോലാഹലം കണ്ട് വണ്ടുകൾ തലയിൽ വന്ന് വട്ടമിട്ട് പറക്കുമ്പോൾ ഗോപിമാർക്ക് പേടിയാവും. അപ്പോൾ ആ പേടിച്ചിട്ട് ഭഗവാനെ ആലിംഗനം ചെയ്യപ്പെട്ടു എന്നാണ് പറയുന്നത്. അങ്ങനെ ആലിംഗനം ചെയ്തപ്പോൾ ആ ഭഗവാന്റെ വിസ്തൃതമായ വക്ഷപ്രദേശത്തിൽ ചേർക്കപ്പെട്ടവനും ആയ ആ ഗോപികമാർ ആലിംഗനം ചെയ്തപ്പോൾ അവർ ഭഗവാന്റെ വിസ്തൃതമായ മാറിടത്തിൽ ചേർക്കപ്പെട്ടവരായി. ആ സമയത്ത് വേണുവൂതി എന്ന് ഭഗവാൻ കൃഷ്ണൻ മോഹനമായ വിധത്തിൽ അപ്പോഴും ഭഗവാൻ വേണുവൂതി എന്നാണ് പറയുന്നത്. അടുത്ത ശ്ലോകം 39. അടുത്ത ശ്ലോകം 40, 39 അല്ല. ചാരുചാമീകരാഭാസഭാമാ വിഭുർവൈജയന്തിലതാവാസിതോരസ്ഥല നന്ദവൃന്ദാവനേ വാസിതാമധ്യഗഃ സംജഗൗ വേണുനാ ദേവകീനന്ദന. സ്വർണവർണാഭയാർന്നുള്ള ഭാമാപതി വൈജയന്തി പ്രഭാമുഗ്ധവക്ഷസ്വടാ നന്ദവൃന്ദാവനീ ഗോപിമാർ മധ്യയായി വേണുവൂതുന്നുഹാ ദേവകീനന്ദനൻ.
സ്വർണ്ണവർണ്ണത്തിലുള്ള സ്വർണത്തിൻ്റെ ശോഭയോടുകൂടിയ സത്യഭാമയുടെ വല്ലഭനും. അതുപോലെ വൈജയന്തി എന്നുള്ള വനമാല ധരിച്ചിരിക്കുന്നത് മൂലം സുഗന്ധമാർന്ന മാർവിടം ആണ്. വൈജയന്തി എന്ന് പറയുന്ന മാലയാണ് ഭഗവാൻ ധരിച്ചിട്ടുള്ളത്. അതിൻ്റെ സുഗന്ധം ആ മാറിടത്തിലും പറ്റിയിട്ട് അങ്ങനെയുള്ള മാറിടത്തോടു കൂടിയ ദേവകീ നന്ദനൻ. നന്ദഗോപൻ്റെ വൃന്ദാവനത്തിലെ ഗോപാങ്കനമാരുടെ മധ്യത്തിൽ നിന്നുകൊണ്ട് വേണുകൂജനം ചെയ്തു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയണത്. അടുത്ത ശ്ലോകം 41. ബാലികാതാളികാതാളലീലാലയാ സംഗസന്ദർശിതഭ്രൂലതാ വിഭ്രമ ഗോപികാഗീതദത്താവധാന സ്വയം സംജഗൗ വേണുനാ ദേവകീ നന്ദന. ഗോപികൾ പാടിടും പാട്ടിനൊത്തൊത്ത പോൽ അച്യുതൻ ഭ്രൂവിനാൽ താളമിട്ടാർദ്രമായി ഗോപിതൻ പാട്ടിലാമഗ്നനാം മട്ടിലായി വേണുവൂതുന്നു ഹാ ദേവകീ നന്ദനൻ. ഗോപസ്ത്രീകൾ കൈകൊണ്ട് താളം പിടിച്ച് പാട്ടുപാടിക്കൊണ്ടിരിക്കുന്നതിനനുസരിച്ച് ഭഗവാൻ തൻ്റെ പുരികങ്ങളെ ആ താളത്തിനൊപ്പിച്ച് ചലിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ളവനും അതുപോലെ ഗോപികളുടെ പാട്ടിൽ തന്നെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കെ തന്നെ ഓടക്കുഴൽ ഊതുന്നവനും ആയ ആ ഭഗവാനെ ഞാൻ ധ്യാനിക്കുന്നു എന്നാണ് ഇതിൽ പറയണത്. ഒരു ശ്ലോകം കൂടിയുണ്ട് ഈ രാസക്രീഡയോട് ബന്ധപ്പെട്ടിട്ട്, അതുകൂടി നോക്കാം. പാരിജാതം സമുദ്ധൃത്യ രാധാവരോ രോപയാമാസ ഭാമാഗൃഹസ്യാം ഗണേ ശീതശീതേ വടേ യാമുനീയേ തടേ സഞ്ജഗൗ വേണുനാ ദേവകീ നന്ദന. പാരിജാതം സ്വയം പണ്ടു രാധാപ്രിയൻ ഭാമ തന്നങ്കണേ നട്ടുവച്ചെങ്കിലും യാമുനീ തീരയുള്ളാൽമരച്ചോട്ടിലായി വേണുവൂതുന്നു ഹാ ദേവകീ നന്ദനൻ. ഭാമാഗൃഹത്തിൻ്റെ മുറ്റത്ത് കൽപ്പവൃക്ഷം നട്ടിരുന്നു ഭഗവാൻ, പാരിജാതം. അത് സത്യഭാമയും ഭഗവാനും കൂടി ദേവലോകത്ത് ഒരു യുദ്ധത്തിന് പോയി. ആ സമയത്ത് ഭാമയുടെ ആഗ്രഹപ്രകാരം ദേവലോകത്തുനിന്ന് കൊണ്ടുവന്ന് പാരിജാതം കൊണ്ടുവന്ന് ഭാമാഗൃഹത്തിൻ്റെ മുറ്റത്ത് നട്ടിരുന്നു. അത് എന്നിട്ടും രാധയ്ക്ക് സദൃശനും ഗുണസമ്പത്ത് കൊണ്ടുള്ള ലക്ഷ്മീദേവിക്കു തുല്യയുമായ രുക്മിണീദേവിയോടുകൂടി യമുനാ തീരത്തിലുള്ള ഒരു ആൽത്തറയിലിരുന്നിട്ട് ഭഗവാൻ വേണുവായിച്ചു എന്നാണ് ഇതിൽ പറയണത്. പാരിജാതം ദേവലോകത്തുനിന്ന് കൊണ്ടുവന്ന പാരിജാതം ഉണ്ടായിരുന്നിട്ടും ശ്രീലക്ഷ്മിയായ രുക്മിണീ ദേവിയോടുകൂടി ആലിൻ്റെ ചുവട്ടിലിരുന്നിട്ട് ഭഗവാൻ വേണുവൂതി എന്നാണ് ഈ ശ്ലോകത്തിൽ പറയണത്. ഈ എല്ലാ ശ്ലോകങ്ങളും ഈ സഞ്ജഗൗ വേണുനാ ദേവകീ നന്ദന എന്ന ആ ഒരു വരി ആണ് അവസാനിക്കുന്നത്. അപ്പോൾ അതെല്ലാം ഒന്നിച്ച് ചൊല്ലി സാമാന്യ അർത്ഥം പറഞ്ഞു എന്നേ ഉള്ളൂ. അടുത്ത ശ്ലോകങ്ങൾ നമുക്ക് അടുത്ത തവണ നോക്കാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.